പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും ദുഃഖവെള്ളിയുടെ എല്ലാവിധ നന്മകളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നാം ഈ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പിന്നാലെ ഓരോ വ്യക്തികളും കുരിശിൻ്റെ വഴിയിലൂടെയും തിരുവചന ധ്യാനത്തിലൂടെയും എല്ലാം യാത്ര ചെയ്യുമ്പോൾ നാം ഒരു കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശ് മരണം? ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, രക്തം ചിന്താതെ പാപമോചനമില്ല. ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്തം ചിന്തിയാൽ മാത്രമേ അവന് പാപമോചനം ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ ഏത് അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്യുന്നുവോ ആ അവയവങ്ങളിലൂടെ രക്തം ചിന്തുമ്പോൾ മാത്രമാണ് അവന് പാപമോചനം ലഭിച്ചിരുന്നത് എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് മനുഷ്യന് രക്തം ചിന്താൻ സാധ്യമല്ലാത്തതിൻ്റെ പേരിൽ കാളക്കിടാങ്ങളെയും ആട്ടിൻകുട്ടികളെയും ബലിയായി അതുങ്ങളുടെ രക്തം ചിന്തിക്കൊണ്ട് ബലി കൊടുക്കുന്ന പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും കാണുവാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക്, രക്ഷാകര ദൗത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ആ രക്തം ചിന്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കടന്നു വന്ന് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്ന് യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. പ്രിയ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നീ ഭൂമിയിൽ ഒരു മനുഷ്യനും രക്ഷ ലഭിക്കുകയില്ലായിരുന്നു. ഒരു വ്യക്തിക്ക് നിത്യരക്ഷ ലഭിക്കുന്നത്, ഒരു വ്യക്തിക്ക് പാപമോചനം ലഭിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പാടുപീഡകളുടെ യോഗ്യത, കുരിശു മരണത്തിൻ്റെ എല്ലാം യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ തുടർന്ന് 7-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മേരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. 8-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഏൽക്കുവാൻ പോകുന്ന പാടുപീഡകളെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് തന്നെയല്ലേ വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ് എന്ന്. യേശുക്രിസ്തുവിൻ്റെ പാടുപീഡകൾ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രക്തം ചിന്തിയത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ആ പാപമോചനത്തിന് വേണ്ടിയിട്ട് നാം കർത്താവ് ഈശോ മിശിഹ എന്ത് ചെയ്തു എന്നറിയാമോ? കാൽവരി മലയിൽ നാം ഓരോരുത്തരും ചെയ്ത പാപത്തിൻ്റെ പരിണതഫലമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിലേറിയെന്ന് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു കുരിശിലേറി. തുടർന്ന് പറയുകയാണ്, അവൻ ചിന്തിയ അവിടുത്തെ മുറിവിൻ്റെ യോഗ്യതയാൽ നമ്മൾ ഓരോരുത്തരും സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് സൗഖ്യമൊഴുകുന്നത്, അനുഗ്രഹം വർഷിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ രക്തം ചിന്തിയെങ്കിൽ
ആ രക്തത്തെക്കുറിച്ച് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തന്നെയല്ലേ യേശുനാഥൻ അന്ത്യത്താഴ വേളയിൽ ചെയ്തതും? ഇത് തന്നെയല്ലേ അന്ത്യത്താഴ വേളയിൽ യേശു ചെയ്തതും? തനിക്ക് വേണ്ടി ആ രക്തം ചിന്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ രക്തം ചിന്തുന്ന മേഖലകളെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ആ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ അന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ചിന്തിയ ആ രക്തം ഇന്ന് തിരുസഭയിലുള്ള ഓരോ അൾത്താരമേശയിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലൂടെ അത് ഒഴുകപ്പെടുന്നുണ്ട് എന്നത് വലിയൊരു സത്യമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 26-28 പറയുകയാണ്, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ രക്തം ചിന്തുന്നു. ഇതാണ് ഹെബ്രായ ലേഖനം 9:22 പറഞ്ഞത്, രക്തം ചിന്താതെ പാപമോചനമില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങൾ കൊണ്ട് മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടോ ആ അവയവങ്ങളിലൂടെ മുഴുവനും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പകരക്കാരനായി രക്തം ചിന്തിക്കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം നടന്നത് എന്നത് വലിയൊരു സത്യമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങളുണ്ടോ ആ അവയവങ്ങൾ കൊണ്ട് മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടോ ആ അവയവങ്ങളിലൂടെയെല്ലാം നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ രക്തം ചിന്തുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ മുറിവേൽക്കാത്ത ഒരിടം പോലും അവിടെയില്ലായിരുന്നു. യേശുവിൻ്റെ ശരീരത്ത് ഉച്ചി മുതൽ ഉള്ളംകാല് വരെ മുറിവേൽക്കാത്ത ഒരിടം പോലും ഇല്ലായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നറിയാമോ? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി കർത്താവ് ഈശോ മിശിഹ മാറുകയായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടിയില്ല, ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുള്ള സകല മനുഷ്യൻ്റെയും പാപങ്ങൾക്ക്, ഇന്ന് ഭീകരപ്രവർത്തനം നടത്തുന്ന ഭീകരപ്രവർത്തകരുടെയും ക്രിസ്തുവിനെതിരെ പ്രവർത്തിക്കുന്ന സകല മക്കൾക്കും വേണ്ടിയും അവരുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു പരിഹാര ബലിയായി മാറിയെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, 2000 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി കാൽവരി മലയിൽ അവസാനത്തുള്ള രക്തം വരെയും ചിന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിലേറി. നമുക്ക് വിശ്വസിക്കാം, ആ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി മാറിയ ആ കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കേണ്ട മുറിവുകളും വേദനകളും പാടുപീടകളും ഞങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമാക്കി മാറ്റിയ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാവിധ നന്മകളും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.